മാറ്റവും അനുവദിക്കാതെ അവർക്കെല്ലാം പിഴ ഇടേണ്ടി വരുന്ന സ്ഥിതി ഇപ്പോൾ വന്നു കഴിഞ്ഞിരിക്കുക. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ഉൾപ്പെടെ പണം ലഭിക്കുന്നതിനുള്ള സുതാര്യമായ സംവിധാനം ഓൺലൈൻ സംവിധാനത്തിൻ്റെ ഭാഗമായിട്ട് ഇതിനു മുമ്പ് കേരളം കൈകാര്യം ചെയ്തതാണ്. ഇതിനു പകരം പഴയ പോലെ കടലാസ് അപേക്ഷ കൊണ്ടു അതിൻ്റെ സുതാര്യതയെ പൂർണ്ണമായിട്ട് തകർക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് മുമ്പുണ്ടായി ഉയർന്നു വന്ന അഴിമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് സൗകര്യം ലഭിക്കുകയും ചെയ്യുന്ന സ്ഥിതിയാണ്. കപ്പൽശാല നിർമ്മിക്കുന്നതിന് വേണ്ടി ടാറ്റ 10,000 കോടി റുപ്യ ഇവിടെ നിക്ഷേപിക്കാൻ പോവുകയാണെന്നുള്ള കളവ് വി.ഡി. സതീശൻ പരസ്യമായിട്ട് പറയുന്ന സ്ഥിതി വന്നു. അത് പൂർണ്ണമായിട്ട് മാധ്യമങ്ങളും എല്ലാവരും കൂടി ചേർന്ന് അതിൻ്റെ പൊള്ളത്തരം തുറന്ന് കാണിച്ചപ്പോൾ പിന്നെ മുണ്ടാട്ടില്ലാതായി എന്നുള്ളത്. അങ്ങനെ കളവ് ഓരോന്ന് പറയുക. ശ്രീമതി ടീച്ചർക്കെതിരായിട്ടുള്ള കടന്നാക്രമണം അത് വലിയ രീതിയിൽ ഇപ്പോൾ മാധ്യമങ്ങളുടെ ഭാഗമായിട്ട് വന്ന ഒരു പ്രശ്നമാണ്. ശ്രീമതി ടീച്ചറെ ആർക്കും പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ഒരു അരനൂറ്റാണ്ടായി കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക മേഖലയിൽ പ്രവർത്തിക്കുന്ന CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് ശ്രീമതി ടീച്ചർക്കെതിരായി വ്യാപകമായ പ്രചാരവേല അതിന് മത്സരപരമായ രീതിയിൽ നടത്തുന്ന മാധ്യമങ്ങളുടെ ഒരു ചിത്രമാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി അംഗവും മഹിളാ അസോസിയേഷൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റുമായ സഖാവ് P.K. ശ്രീമതി ടീച്ചറെ പറ്റി പറഞ്ഞിട്ടുള്ളത്, P.K. ശ്രീമതി ടീച്ചർ ഒരു MLAയുടെ ഭാര്യയുടെ പേരിലുള്ള കുടുംബ പെൻഷൻ വാങ്ങുന്നു എന്ന പച്ചക്കള്ളമാണ്. വ്യാപകമായ പ്രചരണമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നടത്തിയത്. 1960-ൽ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം MLA ആയിരുന്ന PR കൃഷ്ണൻ്റെ ഭാര്യ P.K. ശ്രീമതിയാണ് ഭർത്താവിൻ്റെ മരണശേഷം കുടുംബ പെൻഷൻ കൈപ്പറ്റിയിരുന്നത് എന്നത് വസ്തുതയാണ് എന്നതാണ് കാര്യം. എന്നാൽ ഇത് മറച്ചു ഇപ്പോൾ രണ്ടുപേരും മരിച്ചു. അതായത് ശ്രീമതി ടീച്ചർ മരിച്ചു, അതേപോലെ തന്നെ PR കൃഷ്ണനും മരിച്ചു. എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനിയും കോൺഗ്രസ് നേതാവുമായിരുന്ന PR കൃഷ്ണൻ സംസ്ഥാനത്ത് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാക്കന്മാരുടെ പട്ടികയിലാണ്. ഐക്യകേരളം രൂപം കൊള്ളുന്നതിന് മുമ്പും ഐക്യകേരളം രൂപം കൊണ്ടതിന് ശേഷവും 1960-ൽ നിയമസഭയിൽ മത്സരിച്ച് വിജയിച്ചിട്ടുള്ള ആളാണ്. 1998 ജൂലൈ 7-നാണ് അദ്ദേഹം മരിച്ചത്. അദ്ദേഹത്തിൻ്റെ MLA പെൻഷനാണ് ഭാര്യ P.K. ശ്രീമതിക്ക് ലഭിച്ചിരുന്നത്. PR കൃഷ്ണൻ്റെ മകൻ ഇന്നലെ മാധ്യമങ്ങളോട് ഈ വിഷയത്തിൽ പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള കള്ളത്തരങ്ങൾ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട്, പ്രത്യേകിച്ച് വനിതാ സഖാക്കൾക്കെതിരായി അടിച്ചുവിടുന്നതിന് യാതൊരു തരത്തിലുള്ള ജാള്യതയും കാണിക്കാത്ത ഈ പത്രപ്രവർത്തന അല്ലെങ്കിൽ മാധ്യമ ശൃംഖലയിലെ ഇത്തരം കടന്നാക്രമങ്ങളെ, വ്യാജ വാർത്ത നൽകുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ അതിശക്തിയായിട്ട് എതിർത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട്. മാധ്യമങ്ങളും അത് ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടതാണ്. തെറ്റായ വാർത്തകളുണ്ടാക്കി മനുഷ്യനെതിരായിട്ട്, സാധാരണ മനുഷ്യർക്കെതിരായിട്ട് അതിശക്തിയായ പ്രചാരവേല സംഘടിപ്പിക്കുന്ന നിലപാടിനെ അതിശക്തിയായിട്ട് പാർട്ടി സംസ്ഥാന കമ്മിറ്റി എതിർക്കുകയാണ്. ഇന്നലെ സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യം പരിശോധിച്ചിട്ട് P.K. ശ്രീമതി ടീച്ചറോട് നിയമപരമായ നിലപാടുകൾ സ്വീകരിക്കണം, ഒപ്പം മഹിളാ പ്രസ്ഥാനം അതിശക്തിയായിട്ട് ഇതിനെതിരായിട്ട് പ്രതികരിക്കുകയും പോകണം എന്നിപ്പോഴും തീരുമാനിക്കും. ഇത്രയും കാര്യങ്ങളാണ്